ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിലെ 3rd ചാപ്റ്റർ ക്വസ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ആണ്. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis. അങ്ങനെ അത് 1963 അദ്ദേഹത്തിൻ്റെ 21st ബർത്ത്ഡേക്ക് ശേഷം ഹോക്കിങ്സിന് ഒരു റെയർ ഡിസീസ് പിടിപെട്ടു എന്ന് മനസ്സിലാക്കി. ആ ഡിസീസിൻ്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. ദർ വാസ് നോ നോൺ ക്യുവർ. ശരിക്കും അതിന് ക്യുവർ ഇല്ല, സൗഖ്യം ഇല്ലാത്ത ഒരു രോഗമാണ്. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. ബ്രെയിനിലും സ്പൈനൽ കോഡിലും നെർവ് സെൽസിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ആദ്യമൊക്കെ അദ്ദേഹം വളരെ ഡിപ്രഷനായി. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഓട്ട് ടു ഡു ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യും, ഇനി എന്താണ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വെയർ റാദർ കൺഫ്യൂസ്ഡ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ വളരെ കൺഫ്യൂഷനിലായി. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. ദർ ഡിഡൻറ്റ് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രീംഡ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ ഡയഗ്നോസ്ഡ് ആകുന്നതിന് മുന്നേ അദ്ദേഹം ജീവിതമൊക്കെ മടുത്തിരുന്നു. പക്ഷേ രോഗമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ, ഹോസ്പിറ്റലിൽ നിന്ന് രോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ വർത്തായിട്ടുള്ള മൂല്യമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അനദർ റെക്കറിംഗ് ഡ്രീം വാസ് ദി ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് തൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവരെ സേവ് ചെയ്യുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം. ആഫ്റ്റർ ഓൾ, ഇഫ് ഐ വെയർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്. ഇനി മരിക്കുകയാണെങ്കിൽ പോലും അതിനു മുന്നേ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്ഡ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്, ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. ഹോക്കിങ്സിൻ്റെ ഡോക്ടേഴ്സൊക്കെ ചിന്തിച്ചത് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ കുറയുമായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷേ ഡിസീസ് ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ദേ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live. അങ്ങനെ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ഇൻഫോം ചെയ്തു, ഇനി 2-3 വർഷങ്ങൾ കൂടെ മാത്രമേ താൻ ജീവിക്കുകയുള്ളൂ എന്ന്. 2 years passed. അങ്ങനെ 2 വർഷം കടന്നുപോയി. ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാഡ് സ്ലോഡ്. ആ ഡിസീസിൻ്റെ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു മൂർധന്യ അവസ്ഥ കുറഞ്ഞു വന്നു. ഐ ഡിഡ്ന്റ് ഡൈ. ഇൻ ഫാക്ട്, ഓൾദോ ദെർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ, ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 2 വർഷം കഴിഞ്ഞു, ഞാൻ മരിച്ചില്ല, പക്ഷേ ഒരു ക്ലൗഡ്, ഒരു കാർമേഘം എൻ്റെ ഫ്യൂച്ചറിൽ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. എൻ്റെ ഫ്യൂച്ചറിൻ്റെ മുന്നിൽ ഒരു വലിയ കാർമേഘമുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോൾ പ്രസൻറ്റിൽ എന്ത് ചെയ്യുകയാണ്, എൻജോയ് ചെയ്യുകയാണ്. നേരത്തേക്കാൾ ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നു. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സർട്ടനിറ്റി വെയർ പോസ്റ്റ്പോൺഡ്. അപ്പം എൻ്റെ ഡിസബിലിറ്റിയും മരണമൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു, നീട്ടിവെച്ചിരിക്കുന്നു. 2 വർഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നീട്ടിവെച്ചു. ഹോക്കിങ് ഹാഡ് ഹിസ് reprieve, a precarious and a temporary one, but life was precious. വളരെ അധികം ലൈഫിനെ പ്രഷ്യസ് ആയിട്ട് അദ്ദേഹം കണ്ടു, പ്രസൻറ്റിനെ അദ്ദേഹം എൻജോയ് ചെയ്തു. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിൻറ്റ് ആൽബൻസ്, ജസ്റ്റ് ബിഫോർ ഹി എൻറ്റർ ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ്, ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. അപ്പോൾ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ടാണ്, സെയിൻറ്റ് ആൽബൻസിലെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ആളെ ഹോക്കിങ്സ് കാണുന്നത്. To her, this disheveled graduate student seemed terribly intelligent, eccentric and rather arrogant. അപ്പം ജെയിൻ വൈൽഡിന് ഹോക്കിങ്സിനെ കണ്ടപ്പോൾ തോന്നിയത് അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആണ്, എക്സെൻട്രിക് ആണ് എന്ന് പറഞ്ഞാൽ അറിവുള്ളയാളാണ്, റാദർ അരഗൻറ്റ്, കുറച്ച് ധിക്കാരിയൊക്കെ ആയിട്ടുള്ള ആളായിട്ടൊക്കെയാണ് തോന്നിയത്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. പക്ഷേ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ വിറ്റ് വളരെ രസകരമായിട്ടും ഒക്കെ ജെയിൻ വൈൽഡിന് തോന്നി. വെൻ ജെയിൻ met him again after his discharge from the hospital, he was really in a pathetic state. അപ്പം
ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഡിസ്ചാർജായി പോകുന്ന സമയത്ത് ജെയിനെ വീണ്ടും ആര് കാണുന്നുണ്ട്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് കാണുന്നുണ്ട്. ആ സമയത്ത് സ്റ്റീഫൻ വളരെ പാത്തറ്റിക് കണ്ടീഷനിലായിരുന്നു. ഐ തിങ്ക് ഹീ ഈസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ്. ഇപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ പോലും ഉള്ള മനസ്സ് ഇല്ല എന്ന് ആർക്ക് തോന്നി? ജെയിനിന് അദ്ദേഹത്തെക്കുറിച്ച് തോന്നി. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്. അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. She was not, however, put off by his physical and mental condition. She was rather a shy teenager, serious-minded, with a strong faith in God, ingrained from childhood by her mother. ഇവിടെ ജെയിൻ വൈൽഡിൻ്റെ കുറച്ച് ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞിട്ടുണ്ട്. ഷൈ ആയിട്ടുള്ളൊരു ടീനേജർ ആയിരുന്നു, സീരിയസ് മൈൻഡഡ് ആയിരുന്നു, സ്ട്രോങ് ഫെയ്ത്ത് ദൈവത്തിലുണ്ടായിരുന്നു. ദൈവത്തിലുള്ള ഈ വിശ്വാസം അവൾക്കവളുടെ മദറിൽ നിന്ന് കിട്ടിയതാണെന്ന് ഇവിടെ പറയുന്നു. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാകും എന്ന ഒരു വിശ്വാസമുള്ള ആളായിരുന്നു ജെയിൻ വൈൽഡ്. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അങ്ങനെ ഹോക്കിങ്സ് അവളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി. ആഫ്റ്റർ വൈൽ ദ ടു ബിഗാൻ ടു റിയലൈസ് ഇൻ ജെയിൻസ് വേർഡ്സ് ദാറ്റ് ടുഗെദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. അങ്ങനെ അവർ രണ്ടുപേരും മനസ്സിലാക്കുകയാണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ ചിന്തിച്ചു. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കേഴ്സ്, വൺ ഓഫ് ദി കോളേജസ് ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടായി. അദ്ദേഹം റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ. In 1965, at the age of 23, Hawking received his fellowship. അങ്ങനെ 1965 അദ്ദേഹത്തിന് 23 ഇയേഴ്സ് ഏജ് ഉള്ളപ്പോൾ അദ്ദേഹം ഫെലോഷിപ്പ് റിസീവ് ചെയ്തു. അങ്ങനെ ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ ജെയിൻ ആൻഡ് ഹി വെയർ മാരീഡ്. ജൂലൈ മാസത്തിൽ, അതേ വർഷം തന്നെ ജൂലൈ മാസത്തിൽ ജെയിനും അദ്ദേഹവും വിവാഹിതരായി. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane. അപ്പം 1965 അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ചെല്ലുന്നത്. അപ്പം 1960s അദ്ദേഹത്തെ കണ്ട ആൾക്കാർ ഇപ്പോൾ കാണുമ്പോൾ വേറൊരു രൂപത്തിലാണ് ആരെ കാണുന്നത്? സ്റ്റീഫൻ ഹോക്കിങ്സിനെ കാണുന്നു. അവരോർക്കുകയാണ് പഴയ സ്റ്റീഫൻ ഹോക്കിങ്സ് എങ്ങനെയാണെന്നും ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നും. ഇപ്പോൾ എങ്ങനെയാണ്? മേക്കിംഗ് ഹിസ് വേ അറൗണ്ട് ദ കോറിഡോർസ് വിത്ത് എ കെയിൻ. കോറിഡോറിലൂടെ അദ്ദേഹം വടി കുത്തിപ്പിടിച്ചാണ് വരുന്നത്. സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗൻസ്റ്റ് ദ വോളിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നടന്ന് കയറി വരുന്നത്. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ട് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപിഡിമെൻറ്റ്. ശരിക്കും സംസാരിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ബട്ട് മോർ ദാൻ ദാറ്റ് ദേ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ് ഇൻ സെഷൻസ് ഇൻവോൾവിങ് സം ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ഷ്ഡ് സയൻറ്റിസ്റ്റ്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അദ്ദേഹം പല സെഷനിലും വലിയ ക്വസ്റ്റ്യൻസ് അവിടെ വന്നിരുന്ന ഡിസ്റ്റിങ്ഷ്ഡ് സയൻറ്റിസ്റ്റിനോടും ഒക്കെ ചോദിച്ച് അവരെ കുഴയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിച്ചിരുന്നു. അത്രയധികം നോളജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ്. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം എന്താണ് ചോദിക്കുന്നതെന്നും അതിൻ്റെ ആൻസർ എന്തായിരിക്കുമെന്നും കൃത്യമായിട്ട് അദ്ദേഹം അറിഞ്ഞിരുന്നു. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റൈൻ ബിഗാൻ ദെൻ. അങ്ങനെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ജീനിയസ് അല്ലെങ്കിൽ അനദർ ഐൻസ്റ്റീൻ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇതൊക്കെ അവർ ഓർക്കുകയാണ്. In 1980, a practical need for fund launched him into a new enterprise that was to have a far-reaching impact on the Hawkings and others all over the world. 1980s അദ്ദേഹത്തിന് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യം വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂ എൻ്റർപ്രൈസിന് വേണ്ടിയിട്ട് ഫണ്ടിൻ്റെ ആവശ്യം വന്നു. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് യൂണിവേഴ്സ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് എഴുതാം. ആ ബുക്ക് യൂണിവേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വോണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. അപ്പോൾ യൂണിവേഴ്സിനെ കുറിച്ച്, കോസ്മോളജിയെക്കുറിച്ച്, ക്വാണ്ടം തിയറിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ആ ബുക്കിൽ ഉൾപ്പെടുത്തിയത്.
ധാരാളം ക്വസ്റ്റ്യൻസ് ആ ബുക്കിലുണ്ട്. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം, യൂണിവേഴ്സ് എവിടെ നിന്നാണ് വന്നത്? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്, യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണോ, അതിന് ബൗണ്ടറീസ് ഉണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്, ഇതിന് അവസാനമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ? ഈസ് ദെയർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? ഈസ് ദെയർ എ ബിഗിനിങ് ഓഫ് ടൈം, കുഡ് ടൈം റൺ ബാക്ക്, സമയത്തിന് ആരംഭമുണ്ടോ, അത് തിരിച്ചു വരുമോ? അങ്ങനെ പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആ ബുക്കിൽ അദ്ദേഹം മറുപടി നൽകുന്നു. The book begins by rewinding the great theories of the cosmos from Newton to Einstein. പല തിയറീസ് ആ ബുക്കിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. സാധാരണക്കാരായ ആൾക്കാർ വായിച്ചാൽ പോലും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ആ ബുക്ക് എഴുതിയിരുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. ആ ബുക്കിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് 1984 കംപ്ലീറ്റ് ചെയ്തു. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അതിൻ്റെ റിവിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. There he was down with pneumonia and was left on a life support system. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെട്ടു. അങ്ങനെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തോടുകൂടെ മാത്രം ജീവിക്കേണ്ട ഒരവസ്ഥ വന്നു. ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് ആസ് ടു വെദർ എ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. അങ്ങനെ ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ചോയ്സ് വെച്ചു. ഇതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷനുണ്ട്, ട്രക്കിയോട്ടമി ഓപ്പറേഷൻ. അത് ചെയ്തു കഴിയുമ്പോൾ വിൻഡ് പൈപ്പ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ചെയ്യണോ വേണ്ടായോ എന്ന ഒരു ചോയ്സ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഡോക്ടേഴ്സ് വെച്ചു. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ് ബട്ട് ആഫ്റ്റർ വർക്ക് ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും, പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാനോ സൗണ്ട് പുറപ്പെടുവിക്കാനോ കഴിയുകയില്ല. വിത്ത് ഗ്രേവ് മിസ്ഗിവിങ്സ് ജെയിൻ കൺസെൻറ്റഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജെയിൻ ആ ഓപ്പറേഷനായിട്ട് സമ്മതിച്ചു. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലേക്ക്, ജെയിൻ റിമാർക്ഡ്. ജെയിൻ പറയുന്നുണ്ട് ഫ്യൂച്ചർ വളരെയധികം കൺഫ്യൂസിംഗ് ആണ്. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ് ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. ഇപ്പോഴത്തെ ഹോക്കിങ്സിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിന് മൗത്തിലൂടെയോ നോസിലൂടെയോ ശ്വസിക്കാൻ സാധിക്കത്തില്ല. ത്രോട്ടിൽ ഒരു പെർമനൻ്റ് ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം ശ്വസിക്കുന്നത്. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ ഹി വെൻറ്റ് ഹോം ടു ജോയിൻ ജെയിൻ ആൻഡ് ഹിസ് 3 children. അങ്ങനെ ധാരാളം ദിവസങ്ങൾ ഇൻറ്റൻസീവ് കെയറിലൊക്കെ കിടന്നതിന് ശേഷം വീണ്ടും ജെയിൻ്റെയും തൻ്റെ 3 കുട്ടികളുടെ അടുക്കിലേക്ക് അദ്ദേഹം മടങ്ങി ചെല്ലുന്നു. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, അദ്ദേഹത്തിൻ്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. Walters, a computer expert in California, sent him a program he had developed called Equalizer. അങ്ങനെ ഇരിക്കുമ്പോൾ വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കാലിഫോർണിയയിലെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാം സെൻഡ് ചെയ്ത് കൊടുത്തു. ആ പ്രോഗ്രാമിൻ്റെ പേര് ഇക്വലൈസർ എന്നാണ്. വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. ആ ഇക്വലൈസറിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിന് സ്ക്രീനിൽ നിന്ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, വേർഡ്സ് സെലക്ട് ചെയ്യാം. അപ്പം സംസാരിക്കുന്നതിന് പകരം ഈ ഒരു പ്രോഗ്രാം ഉപയോഗിക്കുന്നതിനായിട്ട് വോൾട്ടോസ് സജസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹി തോട്ട് ഹി വുഡ് ബി അൺഎബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡൻറ്റ് ബ്രയൻ വിറ്റ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. അദ്ദേഹം ചിന്തിച്ചത് അദ്ദേഹത്തിൻ്റെ ബുക്കിനെ അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ബ്രയൻ വിറ്റിൻ്റെ സഹായത്തോടെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അദ്ദേഹം 1988 പബ്ലിഷ് ചെയ്തു. സെപ്റ്റംബർ 2005 സോ ദ റിലീസ് ഓഫ് ആൻ അബ്രിജ്ഡ് വേർഷൻ ഓഫ് ദി ഒറിജിനൽ ബുക്ക്. ഒറിജിനൽ ബുക്കിൻ്റെ അബ്രിജ്ഡ് വേർഷൻ സെപ്റ്റംബർ 2005 അദ്ദേഹം റിലീസ് ചെയ്തു. This version was updated to address the new issues that had arisen due to further scientific developments. ഇപ്പം ഈ വേർഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിരുന്നു, ന്യൂ ഇഷ്യൂസ് അതിനകത്ത് അഡ്രസ്സ് ചെയ്തിരുന്നു. One will encounter a multitude of paradoxes in the book. അപ്പോൾ ഈ ബുക്കിൽ അദ്ദേഹം ധാരാളം പാരഡോക്സസ്, വിരോധാഭാസങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നമുക്ക് ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പാരഡോക്സസിൻ്റെ എക്സാമ്പിൾസ്. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൻ നോട്ട് വാട്ട് ദേ സീം ആൻഡ് പീസസ് ദാറ്റ് ought to fit together refuse to do so. You will learn that beginning may be endings. Cruel circumstances can lead to happiness. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറേയധികം വിരോധാഭാസങ്ങൾ ഇതൊക്കെയാണ്.
ഒന്നാമത് അദ്ദേഹം പറയുന്നു എല്ലാ ബിഗിനിങ്ങിനും ഒരു എൻഡ് ഉണ്ട്. പിന്നെ ക്രുവൽ സർക്കംസ്റ്റാൻസസ് ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ നയിക്കും. ഓൾ ദ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൻ ടുഗെദർ സീം ടു ഗിവ് അസ് നോൺസെൻസ്. രണ്ട് സയൻറ്റിഫിക് തിയറീസ് ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നോൺസെൻസ് ആയി മാറും. പിന്നെ എം ടി സ്പേസ് ഇസ് നോട്ട് എം ടി. എം ടി സ്പേസ് ഒരിക്കലും എം ടി അല്ല. ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക്. ബ്ലാക്ക് ഹോൾസ് ഒരിക്കലും ബ്ലാക്ക് അല്ല. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറേ വിരോധാഭാസങ്ങൾ. ആൻഡ് എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർ ഷോക്ക് ആൻഡ് പിറ്റി ടേക്സ് us laughing to where the boundaries of time and space ought to be but are not. ഈ പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ഐഡിയാസ്, അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന കുറേ പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറാക്കിൾ ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിത്തിങ് ഹി ഹാസ്, ദാറ്റ് ഹി ഈസ് സ്റ്റിൽ അലൈവ്. ഹൗവർ വെൻ യു എക്സ്പീരിയൻസ് his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problem no more seriously than he seems to himself. That is exactly the way he wants it. He chooses to ignore the difficulty and he expects others to adopt the same attitude. ഈ പാരഗ്രാഫിൽ പറയുന്നത് ഹോക്കിങ്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം അദ്ദേഹം നേടിയെടുത്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസിലൂടെ ഹ്യൂമറിലൂടെയൊക്കെ ഒത്തിരിയധികം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട ഡിഫിക്കൽറ്റി അദ്ദേഹം ഇഗ്നോർ ചെയ്തു, അവഗണിച്ചു. എന്നിട്ട് അദ്ദേഹം മറ്റുള്ളവരോടും പറയുകയാണ് ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങളും എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. ഡിഫിക്കൽറ്റിയെ ഇഗ്നോർ ചെയ്യുക, ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുക. സ്റ്റീഫൻ ഹോക്കിങ്സ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് ദി വേൾഡ് ഫിസിക്സ്. അദ്ദേഹത്തിൻ്റെ ആ ഡിസീസിനെ അദ്ദേഹം ഓവർകം ചെയ്തു. ആ ഡിസീസിനെ ഓവർകം ചെയ്ത് അദ്ദേഹം ആരായി മാറി? സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ് എന്ന് അറിയപ്പെട്ടു. വേൾഡ് ഫിസിക്സിൻ്റെ തന്നെ സൂപ്പർനോവയായിട്ട് മാറിയ ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ്.